നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഈ വീട്ടിലെ കരളായ ഭാഗ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയേ. എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തീർക്കാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ഭാവനയാ. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു ഇവിടെ. കാറ്റും പേമാരിയും പോലെ എല്ലാം അകന്നു. ഇപ്പോ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാ. നിങ്ങളെല്ലാരും എത്തിയല്ലോ. സുഖല്ലേ സൂര്യ? എന്റെ അമ്മ ഇത്രയും വാഴയില സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ എത്ര പാടോട്ടെന്നറിയോ. എന്നിട്ട് തന്നെ ഇത്ര കിട്ടിയുള്ളൂ. എല്ലാവർക്കും തയ്യോന്ന് അറിയത്തില്ല. എന്തായാലും സദ്യകളെല്ലാം റെഡി. ഇനി ബാക്കി നോക്കിയാ. അല്ലടാ ഇത് തികയത്തില്ല, കുറച്ചുകൂടി വേണം. ആണോ? നമുക്ക് അപ്പുറത്തെ തൊടി പോയി നോക്കാം. വാ, വെള്ളിച്ചം കൂടെ ഉണ്ട്. ഞാൻ എല്ലാത്തിനും റെഡി. വാ, നമുക്ക് നോക്കാം. ഞാനും വരട്ടെ. പെട്ടെന്ന് വന്നേക്കണേ. അയ്യോ ദേ, എല്ലാരും കൂടെ ഒന്ന് ഒത്തുചേർന്നാലേ ഇനി സദ്യ വല്ലതും നടക്കത്തുള്ളൂ. ഗായത്രി, അതിനൊക്കെ എത്ര നേരം വേണം? നമ്മൾ ഇത്രയും പേരും ഒന്ന് ഒത്തുപിടിച്ച 1 മണിക്കൂറിനുള്ളിൽ സദ്യ റെഡി. ദേ, 2 വലിയ പാചകക്കാരാ നമ്മുടെ കൂടെ ഉള്ളത്, പപ്പേട്ടനും സേതു. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നേ? വല്യമ്മ, അപ്പൊ മായച്ചി തഴഞ്ഞോ? ഏറ്റവും നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് മായച്ചി. അത് ശരിയാ അല്ലേ? എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കൈ നോക്കാം. അതാ നല്ലത്. ഞാൻ റെഡി. വാ വാ വാ. ഹലോ, ഒന്ന് പതുക്കടക്കട. എനിക്ക് പ്രായമായി, നിന്റെ ഒപ്പം ഓടി എത്താനൊന്നും പറ്റില്ല. വെളിച്ച, ഈ ഓണത്തിന് ഇല വെട്ടുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാ. ഞാൻ ഈ വാഴകൾ മുഴുവൻ തപ്പി നോക്കിട്ട് അവസാനം കിട്ടിയത് മുറിച്ചോണ്ടാ. അത് ശരി. പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ഓണം വരുമ്പോഴേ സ്വന്തം പറമ്പിൽ നിന്ന് ഇലയും പച്ചക്കറിയൊക്കെ എടുത്തിരുന്നത്. കൊലയും വാഴയില സ്വന്തം പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നല്ലല്ലേ എവിടേക്കും? അതുകൊള്ളാം. അങ്ങോട്ടാ ഇങ്ങോട്ടാ. എടാ, പണ്ടുണ്ടല്ലോ നിന്റെ അച്ഛനും ഞാനും കൂടി ഇതുപോലെ എത്ര വാഴത്തോട്ടങ്ങളാ ചാടിക്കിടന്നെന്നറിയാവോ? അന്നൊക്കെ ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇലയൊക്കെ മുറിച്ച് ഓണസദ്യ കഴിക്കുമായിരുന്നു. പിന്നെ ഓണപ്പന്ത് കളി. അതൊക്കെ ഒരു കാലം. അനിയനുള്ളപ്പോ ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഭാവനയുടെ അതേ സ്വഭാവമായിരുന്നു അവനും. എല്ലാരെയും ചേർത്ത് നിർത്തും. എന്താവശ്യം വന്നാലും മുന്നിട്ടിറങ്ങും. ഓണത്തിന് എല്ലാവർക്കും പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കും, അമ്മയ്ക്കും എനിക്കും മറ്റു ബന്ധുക്കൾക്കും ഒക്കെ. പക്ഷേ സ്വന്തമായിട്ടൊന്നും വാങ്ങില്ല. ഭാവന അങ്ങനെ തന്നെയല്ലേ വല്യച്ച? മറ്റുള്ളവർക്കെല്ലാം വാങ്ങിയിട്ട് അവസാനം അവളുടെ കാശില്ലാതാവുമ്പോ സ്വന്തമായിട്ടൊന്നും വാങ്ങിക്കത്തില്ല. ഞാനും വല്യച്ഛനെല്ലാം ഭാവനയോട് ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടില്ലേ? പക്ഷെ അവൾക്കൊട്ടൊരു സമാധാനവും കൊടുത്തിട്ടുമില്ല. പക്ഷെ എല്ലാ തെറ്റുകളും അവൾ ക്ഷമിച്ച് എന്നെയും വല്യച്ഛനെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് അവൾ ഊരിക്കൊണ്ട് വന്നത്. ഇപ്പതാ അവളൊരു അമ്മയാവാൻ പോകുന്നു. വല്യച്ഛനൊരു മുത്തച്ഛനും ഞാനൊരു അമ്മാവനും. അത് ശരിയാടാ. ഭാവന ഒരു അമ്മയാവുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായെന്നറിയാവോ? പക്ഷേ അവൾ ആദ്യമായിട്ട് ഓണം കാണാൻ വരുമ്പോ അവൾക്ക് കാര്യമായൊരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. എല്ലാം ശരിയാവും വല്യച്ഛ. ഇന്നത്തെ ഓണം നമുക്കൊരു ഗംഭീരമാക്കണം. ഭാവന എന്നും ഓർമ്മിക്കുന്ന രീതി വേണം നമുക്ക് ഓണം ആഘോഷിക്കാൻ. അവളെല്ലാവർക്കും പുതിയ വസ്ത്രങ്ങളൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. സൂര്യൻ ഭാവനയും വല്ലാത്ത സന്തോഷത്തില്. ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ഇലവിട്ടുണ്ട്, അവിടെ ഉണ്ട്. അത് തന്നെ, അത് തന്നെ.
അവക്ക് അച്ഛനെ മറന്നൊരു ജീവിതമില്ല ജയ്. അതെനിക്കറിയില്ലേ. അവിടെയും ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷേ ഈ ചിത്രം അവൾക്ക് ജീവനുള്ള അച്ഛനാ. അമ്മേ, വലിയമ്മ വാ വാ. ദാ അമ്മേ, അമ്മയുടെ ഉണക്കോടി. ഹാപ്പി ഓണം. വല്യമ്മേ, ദാ ഇത് വല്യമ്മയ്ക്കും വല്യച്ഛനും കൂടിയുള്ള ഓണക്കോടി. എന്താ വല്യമ്മ, വാങ്ങിച്ചോ? വാങ്ങിക്ക് ജാനകി. ഡ്രസ് എടുക്കാൻ പോയപ്പോ ആദ്യം ഭാവന വാങ്ങിയതും ജാനകിക്കും വിജയപത്മനും ഉള്ള ഡ്രസ്സാ. എന്റെ മോനോ മോൾക്കോ തോന്നിയിട്ടില്ലാത്തതാ അവന് മോള് ചെയ്തത്. അതൊന്നും സാരമില്ല ജാനകി. കൊച്ചു പിള്ളേരല്ലേ. എന്തായാലും അവര് ജാനകിയുടെ മക്കളല്ലേ. എല്ലാം ശരിയാവും. മായച്ചി, മായച്ചി, ദാ ഇത് മായച്ചിക്കും സേതുവേട്ടനും നന്ദനും ഒക്കെ ഉള്ള ഡ്രസ്സാ. ഭാനു, വാ. നിനക്ക് ഇഷ്ടപ്പെട്ട കളറാ ഇതിനകത്തുള്ളത്. ചേച്ചി ഏത് കളർ എടുത്തു തന്നാലും അതെനിക്ക് ഇഷ്ടാവും. വാ. ആ അമ്മേ, ആ ഭരത്തും ഭാമയും അരുന്ധതിയൊക്കെ വരുമ്പോ ദാ ഇതവർക്ക് കൊടുത്തേക്കണേ. അത് അവര് വരട്ടെ. വെച്ചോ. അമ്മ സദ്യയൊക്കെ റെഡിയായോ? ആ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും വീടുകളിലുള്ള ആഘോഷം അതൊന്ന് വേറെ തന്നെയാ അല്ലേ ജയേ? ആ, പിന്നല്ലാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഇന്നത്തെ പോലെ ഓർമ്മ വരുന്നു. തുമ്പിത്തുള്ളലും പുലികളിയും. ആ കാലമൊന്നും ഇനി തിരിച്ചു വരത്തില്ലല്ലോ. ഇപ്പോ അത്തം ഇടാൻ പോലും ആർക്ക് സമയമില്ല. എല്ലാരും ബിസിയല്ലേ. സത്യം. സൂര്യ, ഇതൊരു അകത്ത് കയറിയില്ലേ? എന്താ വെള്ളി തന്നെ നിന്ന് പറഞ്ഞേ? 1-2 ഫോൺ കോൾ ഉണ്ടായിരുന്നു. കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് ബോണസ് ഒക്കെ കൊടുക്കണം. അതിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു. ആ ദാ സദ്യക്കുള്ള ഇലയെല്ലാം റെഡിയായി. ഇനി സദ്യ വിളമ്പിയാ മതി. ഇതൊക്കെ കാണുമ്പോ വലിയ സന്തോഷമുണ്ട്. കാരണം ഭാവനയ്ക്കൊപ്പം നിങ്ങൾ എല്ലാരും ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു ആശ്വാസം. വല്യച്ഛനും വല്യമ്മയും വന്നപ്പോ ആ മോനിയും കൂടെ വിളിക്കായിരുന്നു. അവരൊക്കെ ഇപ്പൊ വലിയ ആളുകളാ സൂര്യ. ഞാനും ജാനകിയും ആർക്കും ഒരു ബാധ്യതയാവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭാവനയ്ക്ക് മാത്രം ബാധ്യതപ്പെട്ടാ മതി. വേറെ ആർക്കും ബാധ്യതപ്പെടാൻ വയ്യ. മോനി കുഴപ്പക്കാരനൊന്നുമില്ല, നല്ല പയ്യനാ. പക്ഷെ അവന്റെ അച്ഛനും അമ്മയും അവര് ശരിയല്ല. ആ എന്തിനാ അവരെ പറയുന്നത്? എന്റെ ഒരു മോൾ അവിടെ ഉണ്ടല്ലോ. അവിടെ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവൾ എന്നോട് കാണിച്ചത് പുറത്തു പറയാൻ കൊള്ളില്ല. പണ്ടുള്ള ആൾക്കാർ പറയുന്നത് എത്ര ശരിയാ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. അതൊക്കെ മാറും വെല്ലിച്ച. ഇതൊക്കെ വെല്ലിച്ചനെ അനുഭവിക്കാൻ യോഗം ഉണ്ടെന്നങ്ങ് വിചാരിച്ചാ മതി. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇത്തവണ ഓണത്തിന് എല്ലാവരോടും ഒത്തുകൂടാൻ തീരുമാനിച്ചതാ. പക്ഷെ അവൻ മാത്രം വരത്തില്ല. ആ വരത്തെ അമ്മയാണെ വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. അല്ല, ഭാമയും അഭിയും വരില്ലേ? ഭാമ വരും. ആ അമ്പാലിയന്റെയും കൂട്ടിയായിരിക്കും ചിലപ്പോ വരുന്നത്. ഇപ്പൊ അവര് തമ്മിൽ നല്ല ധാരണയിലുവാ. അവളാണെങ്കി ഇപ്പൊ അവരുടെ പക്ഷത്തും. അഭി ബാംഗ്ലൂർ ആണ്ട് ആ അമ്പാലിയന്റെയും കൂട്ടി എന്തായാലും വരും. ആ അമ്പാലി കാലത്ര നല്ലോളൊന്നുമല്ല. തക്കം പാർത്ത് നടക്കുക നമുക്കൊട്ടും താങ്ങാൻ. അവരെ ശ്രദ്ധിക്കണം. ഭാമ അവരെന്തോ കള്ളത്തരം പറഞ്ഞ് കയ്യിലെടുത്തിരിക്കുക. അവരെ സൂക്ഷിക്കണം.